വക്രദൃഷ്ടി തുടരുന്നു. ഭീകരതയെയും ഭീകരപ്രവർത്തനത്തെയും കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. കണ്ണൂരിൽ നടക്കുന്നതും കൊടും ഭീകരത അല്ലാതെ മറ്റെന്താണ്? കൊല്ലും കൊലയും നിർബാധം തുടരുന്ന, മനുഷ്യജീവന് തെല്ലും വിലയില്ലാത്ത കണ്ണൂർ കേന്ദ്ര സംസ്ഥാന ഭരണകക്ഷികളുടെ ചട്ടമ്പി നാടായി മാറിയിരിക്കുന്നു. പകരത്തിനു പകരം കൊല നടന്ന് അധികം നാളായില്ല. വീണ്ടും CPM ബ്രാഞ്ച് സെക്രട്ടറിയും BJP പ്രവർത്തകനും കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊല്ലും കൊല്ലയും അരങ്ങു തകർക്കുന്ന നാട്ടിലെ അവസാനമില്ലാത്ത നരഹത്യയ്ക്ക് വിരാമമിടാൻ ഉത്തരവാദപ്പെട്ടവർക്കും കഴിയുന്നില്ല. കണ്ണൂരിലെ കൊലയുടെ പേരിൽ കേരളമെങ്ങും ഹർത്താൽ പ്രഖ്യാപിച്ച് ജനങ്ങളെയും ദ്രോഹിക്കുകയാണ് ഇവർ. ഒരു കഥ പറയാം നിലയില്ല കഥ നാട്ടുകഥ. ഒരു കഥ പറയാം നിലയില്ല കഥ നാട്ടുകഥ. നേരറിവിൻ കഥ, നെറികേടിൻ കഥ, നേരായുള്ളൊരു നാട്ടുകഥ. ദൈവം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച നാട്, മനോഹരമായൊരു നാട്. പക്ഷേ അതിന്ന് ചട്ടമ്പി നാട് എന്ന അപരനാമത്താലാണ് അറിയപ്പെടുന്നത്. ഒരു ഗ്രാമത്തിനു മേൽ ഇങ്ങനെ ഒരു ആക്ഷേപം കൽപ്പിച്ചു കിട്ടുന്നത് അനേകം വർഷങ്ങൾക്ക് മുൻപാണെന്ന് ചില മുൻകാല ചട്ടമ്പിമാർ പറയുന്നു. ചെമ്പട്ട് നാട് ചട്ടമ്പി നാടായി മാറിയതിന്റെ പൂർവ്വകഥാംശത്തെപ്പറ്റി റിട്ടയേർഡ് ചട്ടമ്പിയായ ചെങ്കീരി മാധവൻ. ഈ നാടിനെ ഈ അവസ്ഥയിലാക്കിയത് കാട്ടാപ്പള്ളിക്കാരും മല്ലഞ്ചിറക്കാരും കൂടിയാണെന്ന് ഞാൻ പറയും. അത് തന്നെയാണ് സത്യവും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഈ നാടിനൊരു ഓമന പേരും കിട്ടി, ചട്ടമ്പി നാട്. ഇനി ചട്ടമ്പി നാടിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക്. കേന്ദ്ര ഭരണകക്ഷിയായ BJP വളരെ ഉത്തരവാദിത്തമുണ്ട് അവർക്ക്. സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM ഇരുപക്ഷവും കൊലവിളി ഉയർത്തുന്നു, ആളെ കൊല്ലുന്നു. മനുഷ്യജീവന് തെല്ലും വില കൽപ്പിക്കാത്ത വളരെ വളരെ മനുഷ്യത്വരഹിതമായ ക്രൂരമായ, അതാണ് ഏത് കൊടും ഭീകരനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഭീകരതയാണ്. ചട്ടം മാറ്റി, ചിട്ടകൾ മാറ്റി, നാടൊരു ചട്ടമ്പിക്കളമായി, നാടൊരു ചട്ടമ്പിക്കളമായി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 7 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് കണ്ണൂരിൽ നടന്നത്. കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണ പ്രവർത്തകർ, ബാർബർ ഷോപ്പ് ജീവനക്കാരൻ, ഓട്ടോറിക്ഷ തൊഴിലാളി, ബസ് ജീവനക്കാരൻ തുടങ്ങിയവർ. അവസാനം നടന്ന 2 കൊലപാതകങ്ങളും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ. പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം 4 മാസത്തിനുള്ളിൽ കണ്ണൂരിൽ തന്നെ 7 രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടായി. ഈ കഴിഞ്ഞ 48 മണിക്കൂറിനകം 2 കൊലപാതകമാണ് ഉണ്ടായിട്ടുള്ളത്. മോഹനൻ എന്ന CPMൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറെയാണ് ശരീരം വെട്ടിപ്പടർന്നിരിക്കുകയാണ്. വളരെ നിഷ്ഠൂരമായൊരു കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ വെച്ച് തന്നെ ഒരു CPMൻ്റെ ഒരു നേതാവിനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയൊരു കൊലപാതകമാണ്. പിണറായിയിൽ കഴിഞ്ഞ 2 ദിവസത്തിനകം 2 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. അതിന് ഇന്നലെയും മിനിഞ്ഞാന്നുമായി BJPയുടെ 10-15 പ്രവർത്തകന്മാരുടെ വീടുകളാണ് പിണറായിയിൽ തകർത്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം ഈ കാര്യത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്താൻ തയ്യാറാവണം. രാജ്യത്താകെ വർഗീയ സംഘർഷം സൃഷ്ടിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി കാര്യങ്ങൾ മാറ്റാമെന്ന് RSS ധരിക്കുകയാണ്. വയലൻസ് നിർത്തണമെന്ന് തീരുമാനിച്ചാൽ അവിടെ തീരും. മാവേലിത്തറ പോലൊരു നാട്ടിൽ, ചെമ്പട്ടിൻ നാടിട നാട്ടിൽ, ഒരു നാൾ വീശി അടിച്ചൊരു കാറ്റിൽ വീണു മുളച്ചൊരു ഇടവിത്ത്. ചട്ടം മാറ്റി, ചിട്ടകൾ മാറ്റി, നാടൊരു ചട്ടമ്പിക്കളമായി, നാടൊരു ചട്ടമ്പിക്കളമായി. നാടിൻ്റെ സമാധാനം തകർക്കുന്നതിന് വേണ്ടി RSS ഒരു ഭീകര പ്രസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അക്രമം ഏതായാലും അവസാനിച്ച് ശാന്തിയുടെ ഒരു അന്തരീക്ഷം കണ്ണൂർ ജില്ലയിൽ സൃഷ്ടിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ
മുഖ്യമന്ത്രിയായിട്ടുള്ള കണ്ണൂർ ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ, ഇവർക്ക് ഈ കാര്യത്തിൽ ചുമതലയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. നിയമസമാധാന പാലകരായ പോലീസും പരാജയപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. കോടതി മുറ്റത്ത് വാഹനം പാർക്ക് ചെയ്ത മഹാപരാധത്തിന് മാധ്യമപ്രവർത്തകനെ അഴിക്കുള്ളിലാക്കിയ കേരള പോലീസിൻ്റെ സ്റ്റേഷൻ വരാന്തയിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ ഉപരോധം സംഘടിപ്പിച്ച നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്. അക്രമങ്ങൾ തടയുന്നതിൽ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. പോലീസ് കേവലം നോക്കുകുത്തികളാകുന്ന ഒരു സ്ഥിതിയാണ്. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ്. അക്രമങ്ങൾ തടയുന്നതിൽ ധൈര്യമായി പരാജയപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം. അക്രമം തടയുന്നതിൽ പോലീസിന്റെ നിസ്സഹായതയും പരിമിതിയും പോലീസ് തന്നെ തുറന്നു പറയുന്നു. പോലീസ് ചെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. പോലീസിന്റെ കാര്യത്തിന് ഒരു പോലീസുകാരുടെ ലിമിറ്റേഷൻ ആണ്. ഇതിന് പോലീസ് ചെക്ക് ചെയ്യുന്ന ഇതിന് ഒരു കക്ഷി രണ്ട് കക്ഷിയിൽ ഒരാൾക്ക് വെട്ടനും അങ്ങനെ ചെയ്താൽ ഇത് പോലീസിൻ്റെ കയ്യിലില്ല. പക്ഷെ പോലീസ് പരമാവധി ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് സമാധാനം ഉണ്ടാപ്പിക്കും. കേരള പോലീസിന് പറ്റില്ലെങ്കിൽ കേന്ദ്ര സേനയെയോ പട്ടാളത്തെയോ ഇനി ഐക്യരാഷ്ട്രസഭാ സേനയോ ആരെ വേണമെങ്കിലും വിളിച്ചോളൂ, സാരമില്ല. നാടിനെ ചട്ടമ്പി നാടാക്കുന്നവരിൽ നിന്ന് കണ്ണൂരിനെ രക്ഷിക്കണം. കണ്ണൂരിലെ അക്രമത്തിൻ്റെ പേരിൽ കേരളം മുഴുവൻ ഹർത്താൽ പ്രഖ്യാപിക്കുന്നവരുടെ തലയിൽ നെല്ലിക്കത്തളവും വയ്ക്കണം. ഗുണ്ടാ സംഘങ്ങളുടെ കൊലപാതകത്തിനും തലസ്ഥാന നഗരത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ച മാന്യന്മാരുള്ള നാട്ടിൽ ഇതും ഇതിലപ്പുറവും നടക്കും. കൊലപാതക രാഷ്ട്രീയം തടയാൻ കഴിയാത്ത നേതാക്കളെയെല്ലാം കൊലപാതകികളോടൊപ്പം നരകത്തിലേക്ക് അയക്കാൻ വല്ല മാർഗവുമുണ്ടോ എന്നും ആലോചിക്കേണ്ടിയിരിക്കുന്നു. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. CMB ഉദ്ദേശിച്ചത് 3-4 മാസം കൊണ്ട് പിണറായിയുടെ ഗവൺമെൻറ് ഒരു വാടിയ പൂവായി മാറിയിരിക്കുന്നു. ശത്രുക്കളെ പോലും ഇത് അത്ഭുതപ്പെടുത്തുകയാണ്.